വടിയുണ്ടോ? വിളിച്ചോ പോയിട്ട്. ആ മതി. ചീരയാണ്. നേരത്തെ ഒരാളെ കാണിച്ചിരുന്നില്ലേ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് അമ്മയുടെ പൂച്ചെടികളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്താ കയ്യിൽ വടിയൊക്കെ വെച്ചിരിക്കണേന്ന് നിങ്ങൾ നോക്കുക. ഞാനിവിടെ എൻ്റെ പട്ടിക്കുട്ടീനെ കളിക്കാൻ വിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താലോ പറഞ്ഞിട്ട് അതിനെ അടിക്കാൻ വേണ്ടി എടുത്തത്. പക്ഷേ ഞാൻ അടിക്കുന്നില്ല, ചുമ്മാ പേടിപ്പിക്കാം. ബാക്കിൽ ഇവിടെ വെച്ച് വെക്കുന്നുണ്ടല്ലോ. ഉണ്ട്, എവിടെയോ ഉണ്ട്. ഇതാ ഈ ഗേറ്റിൻ്റെ അവിടെ ഞാൻ നിന്നിട്ടേ പുറത്തുള്ളവരെ നോക്കുക. ഓടുണ്ട്. എടേ ജാങ്കു നോക്കട്ടെ. ആ കിട്ടി. ജാങ്കുനെ ഞാൻ പിടിച്ച്. വടിയുണ്ടോ? ജാങ്കുമ്മ ഓടിയാ ജാങ്കുവിനിട്ട് അടി കിട്ടും. ഓടിക്കോടാ പോയിട്ട് കളിച്ചോ? ആ മതി. കളിച്ചോ പോയിട്ട്. ഇത് നമുക്ക് ഈ ഏപ്രിൽ മെയ്യിൽ മാത്രം പൂവുണ്ടാകുന്ന ഒരു ചെടി കേട്ടോ. എനിക്ക് ഒരു ചെടിയുടെയും പേരറിയില്ല. അല്ല, അലോവേര ജെല്ലുണ്ട്, പക്ഷെ കുഞ്ഞിതാണ്. പിന്നെ ഈ ഒരു പൂവുണ്ട്. ഇതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. മുല്ലയുണ്ട്, പക്ഷേ പൂവില്ല. മുല്ലയുടെ സീസൺ അല്ലാത്തതുകൊണ്ട്. ഇതെനിക്കറിയാം, ബട്ടർഫ്ലൈ ചെടി. പിന്നെ ഇത് നമ്മളെ ഈ ഹോട്ടലുകളിലൊക്കെ കണ്ടിട്ടില്ലേ, നല്ല ചട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയുള്ള ഒരു ചെടി, പക്ഷെ ഇതിൻ്റെയും പേരറിയില്ല. ഈ ചെടി എന്താണെന്ന് മനസ്സിലായോ? ഇത് കുട്ടികളെ ഒന്നും ഉള്ള വീട്ടിൽ വെക്കാണ്ടിരിക്കണമല്ലോ. കാരണം ഇത് കടിച്ചിട്ടുണ്ടെങ്കിലേ കുട്ടികളുടെ വായൊക്കെ പൊള്ളും. അങ്ങനത്തെ ചെടി യൂസ് ചെയ്യാൻ പാടില്ല. കിണറ് കുഴിക്കുമ്പോൾ കിട്ടിയ മണ്ണൊക്കെ വെച്ചിട്ട് ഇതാ അമ്മ ഈ കോൺക്രീറ്റ് ചെയ്ത ഭാഗത്ത് ഓടൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് അമ്മയ്ക്കൊരു കൃഷി സ്ഥലം. കൃഷിക്ക് വേണ്ടി നമുക്ക് സ്ഥലമില്ലെങ്കിലും മണ്ണൊക്കെ ഇട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാം. നല്ല ചെടികളൊക്കെ അമ്മ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു തുളസി തറയായിരുന്നു കേട്ടോ. പക്ഷെ തുളസി വെച്ചിട്ട് ഇതിൽ പിടിച്ചില്ല. തുളസിയൊക്കെ അരിഞ്ഞു. അപ്പം ഞങ്ങൾ മുല്ലവള്ളി വെച്ചിട്ട് ഈ ഏരിയ അങ്ങോട്ട് കാടാക്കി. ഇതൊരു ചീരയാണ്. കാണാൻ ചേമ്പിൻ്റെ പോലെയല്ലേ. മഴയായതുകൊണ്ട് വെള്ളമൊക്കെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. പുതിയതായിട്ട് ഇപ്പോൾ മാറ്റിയ കിണറാണിത്. നമുക്ക് വെള്ളം ഉണ്ടോ നോക്കാം. വെള്ളം ഉണ്ടോ നോക്കിയിട്ടേ ഫോണ് വീണാലാ. വെള്ളമുണ്ട്, അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. ഇതും ഒരു ചീര കേട്ടോ. ഇത് പപ്പായയുടെ ഇല പോലെയുള്ള ഒരു ചീര. ഇതും ഒരു ചീര. പിന്നെ അമ്മ അവിടെ കുറച്ച് മഞ്ഞളൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ട്. ആ കണ്ട ഭാഗമുണ്ടോ, അവിടെയാണ് ഞങ്ങളുടെ പഴയ കിണറുണ്ടായിരുന്നത്. അതിൽ വെള്ളം കുറഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, കിണറിൻ്റെ ആഴം കൂട്ടാമെന്ന് വിചാരിച്ച് വീണ്ടും ഇതാക്കിയപ്പം പറ്റില്ല. കാരണം വളരെ ചെറിയ റിങ്ങായിരുന്നു അവിടെ ഇട്ടുണ്ട്. അപ്പം അതുകൊണ്ട് കിണർ അവിടെ വെള്ളം ഇനിയും കുഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് മാറ്റിയിട്ട് പുതിയതുണ്ടാക്കി. ഇതിൻ്റെ മണ്ണ് നമ്മൾ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് പഴയ കിണറുണ്ടായത്. ഈ മണ്ണെന്തിനാണ് എടുത്ത് വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ, ഈ കിണർ കുഴിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ സൈഡിലുള്ള മണ്ണ് ഇരിക്കും ഇത്ര മഴ പെയ്യുമ്പോൾ. അപ്പോൾ ആ സമയത്ത് നമ്മളിവിടെ ഇട്ട് കൊടുത്താൽ മതി. താഴോട്ടേക്ക് പോകും തോറും വീണ്ടും അത് പിടിച്ചോളും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ മണ്ണ് വെച്ചിരിക്കുക. ഇതൊരു പേരക്കമരമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ, പക്ഷെ അതിനെ കാണാണ്ട് അമ്മ ഇവിടെ ഫുള്ള് ചെടി വെച്ചിരിക്കുക. ഈ ഒരു വെള്ള ചെടി ഉണ്ട്. പിന്നെ നല്ലൊരു കളറെല്ലാം ഉണ്ട്. ഈ മരം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഊഞ്ഞാലേട്ടാ അതിൽ. ഈ ഏരിയയിൽ അമ്മ കുറേ ചെടി വെച്ചിട്ടുണ്ട്. ഇത് താമര പോലത്തെ ചെടി കേട്ടോ. പിന്നെ അമ്മയ്ക്ക് എപ്പോഴും വിഷമം പറയാറുണ്ട്. അമ്മ ഈ ചെടിയുടെ മഞ്ഞ വെച്ചിട്ട് അമ്മയ്ക്ക് ഈ പച്ചയുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് എനിക്കും അറിയില്ല കേട്ടോ. ഈ മഴ ടൈമിലാണെന്ന് തോന്നുന്നു കുറച്ചുകൂടി ചെടികളൊക്കെ നല്ലവണ്ണം വളരുന്നത്. അല്ലാത്ത ടൈമിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ചെടിയൊക്കെ വാടി കഴിഞ്ഞിട്ടുണ്ടായേ. ഇപ്പം നന്നായിട്ട് പൂവൊക്കെ ഇടുന്നുണ്ട്. ഇപ്പം നല്ല പൂവിടുന്നുണ്ട്. പക്ഷേ നോക്കിക്കോ, കറക്റ്റ് അത്തത്തിൻ്റെ ടൈമാകുമ്പോൾ ഒരു പൂവും ഉണ്ടാവില്ല, എല്ലാം പോയിട്ടുണ്ടാവും. കാരണം അത്ത ഇടാൻ നമ്മൾ പൂവ് അന്വേഷിച്ച് നടക്കേണ്ടി വരും. പൊട്ടൂലേ ഞാൻ തൊട്ടാ കണ്ടോ, അതിൻ്റെ വിത്ത് പൊട്ടി. പക്ഷെ അത് വിത്തായിട്ടുണ്ടായില്ല. ഇത് എവിടെയുണ്ട്. ഇത് പൊട്ടിത്തെറിക്കുന്നുണ്ടോ. ഇതവിടെ നല്ലൊരു റോസ് മുട്ടുണ്ട്. നല്ല റോസുകളും ഉണ്ട്, കളറലയും ഉണ്ട്. ഇതൊരു വെറൈറ്റി കളറല്ല, ഇതും ഉണ്ട്. അതിന് 2 ഉണ്ട്. ഇത് അമ്മ ഇവിടെ അടുത്തുള്ള കടയിൽ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചിട്ട് വാങ്ങിയതാണ്. ഇത് നമുക്ക് സ്ട്രോബെറി ഉണ്ട്. ഇപ്പോൾ സ്ട്രോബെറിയുടെ സീസൺ അല്ലാത്തതുകൊണ്ട് അതിലൊന്നുമില്ല. ഇതാ 10 മണി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എത്ര 2 മണിക്കൊക്കെ വിരിഞ്ഞിരിക്കുന്നു തോന്നുന്നുണ്ട്. പറയുന്ന ടൈമിലൊന്നും വിരിയാണ്ടിരിക്കുക.
ഇത് നമ്മൾ സാധാരണ വേലിക്കൊക്കെ വെക്കുന്ന ബുഷില്ലേ, അതൊക്കെ നമ്മൾ ഡെക്കറേഷനെ ചുരുട്ടിരിക്കുക. ഈ ഒരു ചെടി ഞാൻ കാണിച്ചില്ല. ഇത് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ പൂവ് ഞാൻ പറിച്ചിട്ട് തിന്നുകയൊക്കെ ചെയ്യുമായിരുന്നു. അതിന് നല്ല പുളി. അപ്പം ഞാൻ പുളിയാന്ന് പറഞ്ഞിട്ട് അത് പറിച്ച് തിന്നു. ഇവിടെയുണ്ട് ആ മറ്റേ പഴയ കിണറുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ കിണറിൻ്റെ റിങ്ങൊക്കെ പൊട്ടിച്ചിട്ട് അത് ഇട്ടിട്ട് പഴയ റിങ്ങിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് അമ്മ അതിൽ മണ്ണ് നിറച്ചിട്ട് അതിൽ കുറച്ച് ചെടി വെച്ചു. നമ്മൾ ബക്കറ്റിലായിരുന്നു ഈ ഒരു ചെമ്പരത്തി വെച്ചിട്ടുണ്ടായത്. പക്ഷേ അപ്പം അതിൽ പൂവിടുണ്ടായില്ല. ഇതിലേക്ക് മാറ്റിയപ്പോൾ അതിൽ പൂവിടുന്നുണ്ട്. പിന്നെ അത് ഇവിടെയും ഉണ്ട് കുറച്ച്. ഇതിൽ അമ്മ കുറച്ച് ചീരയൊക്കെ ഇട്ടിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ. പക്ഷേ ചീര ഉണ്ടാവില്ല, കാരണം മഴ തുടങ്ങിയില്ല, അപ്പോൾ ചീര ഉണ്ടാവില്ല. ഇതെന്താ മനസ്സിലായത് നിങ്ങൾക്ക്? ഇതാണ് നിശാഗന്ധി എന്ന് പറയുന്നുണ്ടായിരുന്നു അമ്മ. ഇത് ഈ രാത്രി മാത്രം വിരിയുന്ന പൂവില്ലേ, രാത്രി മാത്രം നല്ല വൈറ്റ് കളറിൽ വിരിഞ്ഞിട്ടുണ്ടാവില്ലേ, അതാ ആ പൂവാണത്. നമ്മൾ വെച്ചിട്ട് ഇപ്പോൾ ഒരു 2-3 കൊല്ലമായിട്ടുണ്ടാവും. പക്ഷേ മണ്ണ് മാറ്റി ഇങ്ങോട്ടേക്ക് വെച്ചതിന് ശേഷമാണ് ഇത് വളരുന്നതും ഇതിൽ പൂവിടുന്നതും. ഇത്തവണ എന്തായാലും പൂ വരുന്നത് നമുക്ക് കാണാം. കണ്ടില്ലേ, അതിൽ മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ചെടി ഇത് ഞാൻ UAE കണ്ടിട്ടുണ്ടായിരുന്നു. അവർ ഈ ഏരിയയൊക്കെ നല്ല ക്ലീൻ ചെയ്ത് ആ പുല്ലിൻ്റെ ഇടയിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടാവും. അപ്പോഴാണ് ഞാൻ ഇതിനെ നന്നായി ഒന്ന് ശ്രദ്ധിക്കണം. ഇത് ചട്ടിയിൽ വെക്കുന്നതിനെക്കാട്ടും നല്ല മണ്ണിൽ വെക്കുന്നു. ആ സമയത്ത് നമുക്ക് നല്ലോണം പൂ കിട്ടും, നല്ല ഭംഗിയുണ്ട്. അരിപ്പൂവാണിത്. നിങ്ങളെന്താ പറയാന്നറിയില്ല, ചിലപ്പോൾ മൊങ്ങിടിയെന്ന് നമുക്ക് പറയുമായിരിക്കും. ചട്ടിയിൽ വെക്കുന്ന പോലെ തന്നെ. ഇതൊരു ചീരയാണെന്ന് അമ്മ പറഞ്ഞത്. എന്ത് ചീരയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഞാൻ ഉപ്പേരിയൊന്നും കഴിക്കാറില്ല, കാരണം വിശ്വാസമില്ല. ഇത് ചീര തന്നെയാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഇതാണ് കേശവർദ്ധിനി. ഇത് മുടി വളരാൻ നമുക്ക് ഇതിൻ്റെ ഇലയൊക്കെ എടുത്തിട്ടാൽ മുടി നല്ല വളരുന്ന പറയാം. ഈ ഇല എടുത്ത് എണ്ണയിലിട്ട് കാച്ചിട്ട് മുടി വളർന്നിട്ടില്ല എന്നൊന്നും പറയാമല്ലോ കേട്ടോ, കാരണം ഞാൻ തന്നെ സ്വന്തമായിട്ട് ഒരു എണ്ണ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടാണ് എനിക്ക് ഇത്രയെങ്കിലും മുടി വളർന്നത്. കാരണം ഞാൻ ഇത്രയ്ക്ക് വെച്ച് മുടി വെട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കോലമൊന്നും നിങ്ങൾ പറയണ്ട, അത് നമുക്ക് കാണാൻ പറ്റില്ല, ഭയങ്കര ബോറായിരുന്നു. പക്ഷേ എന്ത് കണ്ടിട്ടാണ് ഞാൻ വെട്ടിയെന്നറിയില്ല, ഇത്രയ്ക്കാക്കി വെട്ടിയിട്ടുണ്ടായി. അതൊന്ന് വളർത്തി ഇത്രയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല ആയുർവേദങ്ങളും ഞാൻ തന്നെ സ്വയം കണ്ടുപിടിച്ചുണ്ടാക്കിയതിൽ അതിലൊരു മെയിൻ പീസാണിത്. അപ്പോൾ ഈ ഇല ഇട്ടാലും നമുക്ക് മുടി വളരും. കളിക്കാൻ വിട്ടിട്ട് ഈ ഏരിയയിൽ കാണാണ്ടായിട്ട് ഞാൻ അന്വേഷിച്ച് വന്നാ, അപ്പോൾ ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ ഒളിഞ്ഞിരിക്കുക. എനിക്ക് നേരത്തെ ഒരാളെ കാണിച്ചിരുന്നില്ലേ, ഇതാണ് നമ്മുടെ അടുത്തൊരാൾ, റൂബി. ഇവിടെ പ്രഗ്നൻ്റ് ആണെന്ന് തോന്നുന്നു. അതാണ് ഈ കുണുങ്ങി നടക്കണേ. എവിടെ നോക്കട്ടെ, ഇങ്ങോട്ട് തിരിയുന്നേ. പിടിക്കട്ടെ അടിച്ച് പീസാക്കട്ടെ. ഇത് നമ്മുടെ റൂബി കേട്ടോ. അവള് ഡിറ്റക്റ്റീവാണ്, എന്തോ അന്വേഷിക്കുകയാണ്. ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീട്ടിലെ ചെടികൾ. ഇനി എന്തെങ്കിലുമൊക്കെ നല്ല വെറൈറ്റി പൂക്കളും ചെടികളൊക്കെ കിട്ടുകയാണെങ്കിൽ അമ്മ കൊണ്ട് നട്ടു വെക്കുമായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതുപോലത്തെ എന്തെങ്കിലും വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ. അപ്പോൾ ബൈ.